ഹലോ, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു റിവ്യൂ വീഡിയോ ആണ്, വേറെ ഒന്നുമല്ല, എൻ്റെ ഹെയർ കളറിങ്ങിനെ പറ്റി പറയാൻ വേണ്ടി. സോ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എൻ്റെ ലാസ്റ്റ് ഞാനിട്ട വീഡിയോ നമ്മുടെ UAE എങ്ങനെ ഡെൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് കുറേ പേർക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു. ബിക്കോസ് എനിക്ക് ഈവൻ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തപ്പോഴും ഐ വാസ് ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് മെസ്സേജസ്. വളരെ ഹെൽപ്ഫുള്ളായി, ഞങ്ങൾ അതിന് വെയിറ്റ് ചെയ്യായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. സോ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി ചോദിക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിട്ട് ഇപ്പോൾ കോൺടാക്ട്സ് ഉണ്ട്. സോ ദാറ്റ് ഐ ക്യാൻ ഹാവ് എ ടോക്ക് വിത്ത് ദം എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. സോ അപ്പോൾ ഈ വീഡിയോ ബേസിക്കലി എനിക്ക് ഫസ്റ്റ്ലി പറയാനുള്ളത്, ഞാൻ കളർ ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് അല്ല ഞാൻ പറയണേ. കളർ ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ മുടിക്ക് എന്തൊക്കെയാണ് പ്രോബ്ലംസ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ കളറിങ് നല്ലതായിട്ടാണോ അതോ ഡാമേജ് വന്നിട്ടുണ്ടോ, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു റിവ്യൂ ആണ്. അല്ലാതെ ഇറ്റ്സ് നോട്ട് അബൌട്ട് കളറിങ് എക്സ്പീരിയൻസ്, ഇറ്റ്സ് അബൌട്ട് മൈ ഹെയർ എക്സ്പീരിയൻസ്, അത്രയേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ ഒരു 3 times, എനിക്ക് 3 വട്ടം ഞാൻ കളർ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ടൈം ചെയ്തിരിക്കുന്നത് എൻ്റെ നാച്ചുറൽ ഹെയറിലാണ്. ഇതിപ്പോൾ ബോട്ടോക്സ് ചെയ്ത ഹെയർ ആണ്. ഫസ്റ്റ് ടൈം ഞാൻ കളർ ചെയ്തിരിക്കുന്നത് എൻ്റെ നാച്ചുറൽ ഹെയറിൽ ഒരു ഗോൾഡനിഷ് ബ്രൗൺ കൈൻഡ് ഓഫ് കളറായിരുന്നു ചെയ്തത്. അത് ചെയ്തപ്പോൾ യൂഷ്വലി എൻ്റെ ഹെയർ ഭയങ്കര ഫ്രിസിയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് കളർ ചെയ്തപ്പോൾ കുറച്ചുകൂടെ ഫ്രിസി ആയ പോലെ തോന്നി. പക്ഷെ ആ കളറിങ്ങിൽ ഞാൻ പ്രത്യേകിച്ച് ആഫ്റ്റർ കെയർ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ആ നാച്ചുറൽ ഹെയറിൽ ചെയ്തുകൊണ്ട് നല്ല കളറും കാണാനുണ്ടായിരുന്നു. പ്ലസ് എനിക്ക് വലിയ മുടിക്ക് ഡാമേജോ ആ ഡ്രൈനെസ് അതേപോലെ മെയിൻറ്റെയിൻ ആയി എന്നല്ലാതെ വേറെ ഒന്നും കൂടുതലായിട്ട് ഡിഫറൻസ് തോന്നിയില്ല. ബട്ട് സെക്കൻഡ് ടൈം അതും ഓൾറെഡി കളർ ചെയ്ത ഹെയറിൽ സെക്കൻഡ് ടൈം കളർ ചെയ്യായിരുന്നു. ഒരു 6 months ഒക്കെ കഴിഞ്ഞിട്ടായിരുന്നു. അതൊരു കുറച്ചുകൂടെ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളറായിരുന്നു, ഒരു ഓറഞ്ച് ഷെയ്ഡ്. അതിലും ഞാൻ ഹെയർ കട്ടിങ് ആൻഡ് കളറിങ് ആയിരുന്നു ചെയ്തത്. അത് ചെയ്തപ്പോൾ വിത്തിൻ വൺ വീക്ക് ആ കളർ ഫെയ്ഡായി. പക്ഷെ യൂഷ്വലി അങ്ങനെ ആവാറില്ല എന്നാണ് പറഞ്ഞത്. എൻ്റെ ഹെയറിൻ്റെ കുഴപ്പമാണോ? അതിലും ഞാൻ ആഫ്റ്റർ കെയർ എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു ഐ വാസ് യൂസിങ് ലോറിയലിൻ്റെ ഷാംപൂ ആൻഡ് കണ്ടീഷണർ ആയിരുന്നു അപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എൻ്റെ കളർ 1 week കൊണ്ട് ഫെയ്ഡായി. യൂഷ്വലി നമ്മൾ കുറച്ച് ഇങ്ങനത്തെ ബ്രൈറ്റ് ആയിട്ടുള്ള കളർ ചെയ്യുമ്പം ഒരു 1 week അല്ലെങ്കിൽ 2 weeks നമ്മുടെ കളർ കുളിക്കുമ്പോൾ നമ്മൾ ഹെയർ വാഷ് എടുക്കുമ്പോൾ ഒക്കെ കളർ പോവും. ദാറ്റ്സ് നോർമൽ. സാധാരണ ബ്രൗണിനൊന്നും പോവില്ല, ബട്ട് കുറച്ചുകൂടി ഈ റെഡ് ഓറഞ്ച് ആയിട്ടുള്ള ഷെയ്ഡൊക്കെ എടുക്കുമ്പോൾ കളർ പോവും. അപ്പം അത് പോകുന്നുണ്ടായിരുന്നു. ബട്ട് എൻ്റെ ഹെയറിലെ കളറ് പെട്ടെന്ന് പറഞ്ഞാൽ വിത്തിൻ 1 week അത് ഫെയ്ഡായി. അപ്പോൾ അത് കൂടാതെ എൻ്റെ ഹെയറിൻ്റെ ടെക്സ്ചറേ ആകെ മോശമായി തുടങ്ങി, ഭയങ്കര ഡ്രൈ ആയി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബോട്ടോക്സ് ചെയ്യുന്നത്. എനിക്ക് ബോട്ടോക്സ് ചെയ്തിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. യൂഷ്വലി ഞാൻ ബോട്ടോക്സ് ചെയ്യുന്നതിന് മുന്നേ ഐ ഹാവ് ഗോൺ ത്രൂ കുറേ യൂട്യൂബ് വീഡിയോസ്. അപ്പം അതിലൊക്കെ അവരവരുടെ ബാഡ് എക്സ്പീരിയൻസാണ് പറയുന്നത് ബോട്ടോക്സ് ചെയ്തിട്ട്. പക്ഷെ എനിക്ക് ബോട്ടോക്സ് ചെയ്തിട്ട് ഞാനൊരു കാര്യം ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഷാംപൂ കണ്ടീഷണർ ലോറിയൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഐ ഷിഫ്റ്റഡ് ടു ഡി ഫാബുലസിൻ്റെ ഷാംപൂ ആൻഡ് കണ്ടീഷണർ, ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയറിന് വേണ്ടിയിട്ടുള്ളത്. സോ അത് യൂസ് ചെയ്തതുകൊണ്ടാണോ അതോ എന്താ എനിക്കറിയില്ല, എൻ്റെ ബോട്ടോക്സും ഡി ഫാബുലസിൻ്റെ ആയിരുന്നു യൂസ് ചെയ്തത്. അപ്പോൾ അത് ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് ആയിരുന്നു. എൻ്റെ ഹെയർ ഫോള് കുറഞ്ഞു, ടെക്സ്ചർ നന്നായി. പിന്നെ ഞാൻ ബോട്ടോക്സ് ചെയ്തപ്പോൾ എൻ്റെ എൻഡ് ഞാൻ ലീവ് ചെയ്തിട്ടായിരുന്നു ബോട്ടോക്സ് ചെയ്തത്. നല്ല റിസൾട്ടായിരുന്നു. ദെൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഹെയർ കളർ ചെയ്യാൻ തോന്നി. എന്നിട്ടാണ് ഞാൻ ഈ റെഡ് ലാസ്റ്റ് ചെയ്തത്. ആൻഡ് ഇതെനിക്ക് ഞാൻ ഹെയർ കളർ ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ റെഡാണ്. പ്ലസ് ഞാൻ ഹെയർ കട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ റെഡ് കളറൊക്കെ നമ്മൾ പ്രിഫർ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഫെയ്ഡാവും. ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോഴും ഞാൻ കുളിക്കുമ്പം റെഡ് കളറ് പോകുന്നുണ്ട്. ഇനീഷ്യലി ഒരു 1 week നന്നായിട്ട് റെഡ് കളർ പോയിണ്ടായിരുന്നു. ബട്ട് ദെൻ ആ കളറ് പോകുന്നതിൻ്റെ ഇത് കുറഞ്ഞെങ്കിലും ഇപ്പോഴും കുളിക്കുമ്പം റെഡ് കളർ പോകുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഹെയർ കളർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ് ഈ റെഡും ഓറഞ്ചൊക്കെ. പക്ഷേങ്കിൽ കുറച്ചുകൂടെ മെയിൻറ്റെയിൻ ആയിട്ട് അല്ലെങ്കിൽ ഹെയറിന് ഡാമേജ് ഇല്ലാതെ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ഒരു ബ്രൗൺ അല്ലെങ്കിൽ ആ കോപ്പർ ഷെയ്ഡിലോട്ടൊക്കെ പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്.
ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഡി ഫാബുലസ് അല്ല. ഇപ്പം 3rd ടൈം ഞാൻ റെഡ് കളർ ചെയ്തപ്പോൾ ഞാൻ ബെയർ അനാറ്റമിയുടെ കളർ പ്രൊട്ടക്ഷൻ ഷാംപൂ ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്തു. ലോറിയലാണ് എൻ്റെ അടുത്ത് എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത്. ബട്ട് എനിക്ക് ലോറിയൽ യൂസ് ചെയ്തിട്ട് ഭയങ്കര പൊട്ട റിസൾട്ടാണ്. പൊട്ട റിസൾട്ട് മാത്രമല്ല, ഹെയർ ഫോളും. അതിൽ സൾഫേറ്റ് ഫ്രീ അല്ല, പാരബൻ ഫ്രീ അല്ല, എല്ലാ കെമിക്കൽസും അതിൻ്റെ അകത്തുണ്ട്. അങ്ങനെ കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഹെയർ ഭയങ്കര ഭംഗിയായി നടക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ ജസ്റ്റ് ഉള്ളിൽ നിന്നുള്ള നറിഷ്മെൻ്റ് ആണ് കൂടുതലായിട്ട് വേണ്ടത്. സോ എനിക്ക് ലോറിയൽ യൂസ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. സോ ഐ വെന്റ് ഫോർ ബെയർ അനാറ്റമി. അതിൻ്റെ കളർ പ്രൊട്ടക്ഷൻ ഷാംപൂ ആൻഡ് ഹെയർ മാസ്ക് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ കളർ നന്നായിട്ട് പോകുന്നു. പിന്നെ ഹെയറിന് ഡാമേജ് ഇൻ ദ സെൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. അത്ര ഫ്രിസിനെസ് അങ്ങനെയൊന്നുമില്ല. നല്ല ഇത് തന്നെ. കളറും എനിക്ക് ഈ കളർ ഇപ്പോൾ കളർ ഫെയ്ഡ് ആവുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അന്ന് ചെയ്തത് വാസ് സോ ബ്രൈറ്റ്. അത് വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി ഫെയ്ഡ് ആയിട്ടുണ്ട്. പക്ഷെ ഈ കളറ് പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാൽ എപ്പോഴും നമ്മൾ കുളിക്കുമ്പോൾ നമ്മുടെ ടവൽ അല്ലെങ്കിൽ ഡ്രസ്സിലൊക്കെ കളറാകുമ്പോൾ അത് നമുക്ക് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടായിരിക്കും. സോ നിങ്ങൾ ഒരു ലോങ് ലാസ്റ്റിംഗ് കളറിനാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ബ്രൗൺ, അല്ലെങ്കിൽ ആ ഒരു ഗോൾഡനിഷ് കോപ്പർ ടിൻ്റൊക്കെ വരുന്നത്. അതെല്ലാം നിങ്ങൾക്ക് ഇച്ചിരി സ്റ്റൈലിഷ് ആയിട്ട് ഉള്ള കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദിസ്. ബട്ട് ബി പ്രിപ്പയർഡ്, ചിലപ്പോൾ അത് ഫെയ്ഡ് ആവാൻ പെട്ടെന്ന് തന്നെ. ആൻഡ് ഓൾസോ ഈ പറയുന്ന പോലെ ഹെയർ വാഷ് ചെയ്യുമ്പം കളറ് പോവും. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ 3 വട്ടവും ഞാൻ ഹെയർ കളർ ചെയ്തപ്പോൾ ഞാൻ ബ്ലീച്ചിങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എപ്പോഴും നമ്മുടെ നാച്ചുറൽ ഹെയറിൽ എന്ത് ചെയ്ത് കഴിഞ്ഞാലും കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് തോന്നും. ഇപ്പോൾ ഓൾറെഡി ട്രീറ്റഡ് ഹെയറിലാണ് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പം ആ എഫക്റ്റ് കുറച്ച് കുറയും. ദാറ്റ്സ് യൂഷ്വൽ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, പലരുടെയും ഹെയറിൽ ചില കളേഴ്സ്, ഇപ്പം എനിക്ക് റെഡ് പെട്ടെന്ന് ഫെയ്ഡായി എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ പറഞ്ഞു. ഞാൻ റെഡ് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു നല്ല ഭംഗിയുണ്ട്, ബിക്കോസ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു അവരും ഇതേപോലെ റെഡ് ചെയ്തു, പക്ഷെ പെട്ടെന്ന് ഫെയ്ഡായി എന്ന്. അപ്പോൾ അപ്പോഴേ എനിക്കൊരു പേടി, ഇത് പെട്ടെന്ന് പോവുമോ. പക്ഷേ കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു ഇത് എത്ര കാലമായെന്ന് എനിക്ക് ഓർമ്മയില്ല. ബട്ട് കുഴപ്പമില്ല, നന്നായിട്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്ര നിന്നാൽ മതി. ബിക്കോസ് എനിക്ക് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഹെയർ കളേഴ്സ്. അപ്പം എനിക്ക് ആ ഒരു സ്റ്റൈലിഷ് ലുക്കൊന്ന് മാറാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഹെയർ കളർ ചെയ്തത്. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി ഇത് അധികം നിൽക്കില്ല, ഇത് പെട്ടെന്ന് പോകുന്നുള്ളത്. അതേപോലെ നമ്മളെ ഹെയറിനും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും എളുപ്പം കുറച്ചുകൂടെ ബ്രൗണിഷ് കളറായിരിക്കും. അപ്പം എല്ലാവർക്കും ഇതേപോലെ ആവണമെന്നില്ല. ഇപ്പം നിങ്ങൾ നാച്ചുറൽ ഹെയറിൽ റെഡ് അടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് കാലം കൂടെ കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. പിന്നെ ഷാംപൂ ആൻഡ് കണ്ടീഷണറുടെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഒരിക്കലും ലോറിയൽ യൂസ് ചെയ്യണമെന്ന് പറയില്ല. മോസ്റ്റ് ഓഫ് ദി ലൈക്ക് സലൂണിനാണെങ്കിലും പ്രൊഫഷണൽസ് ആണെങ്കിലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ലോറിയൽ. ഐ ഡോണ്ട് നോ വൈ ദിസ് പീപ്പിൾ ആർ റെക്കമെൻഡിങ് ലോറിയൽ. ബിക്കോസ് എനിക്കെന്ന് മാത്രമല്ല, പേഴ്സണലായിട്ടല്ല, ഞാൻ കുറേ പേരെടുത്ത് ഇതിനെപ്പറ്റി അന്വേഷിച്ചു ലോറിയൽ. ബിക്കോസ് ഒരു പോയിന്റ് എത്തിയപ്പോൾ ഐ വാസ് ലൈക്ക്, യൂസ് ചെയ്യണോ ഇനി, അതാണോ ഇനി യൂസ്ഫുൾ ആവുക എന്നുള്ളൊരു പോയിന്റ് എത്തിയപ്പോൾ ഐ ആസ്ക്ഡ് മെനി പീപ്പിൾ. എല്ലാവരും എൻ്റെ അടുത്ത് ലോറിയലിനെ പറ്റി ഒരു നെഗറ്റീവായിട്ടുള്ള കമൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ഐ നെവർ ഗോ ഫോർ ലോറിയൽ. ഡി ഫാബുലസിൻ്റെ കണ്ടീഷണറും ഷാംപൂ സോ ഗുഡ് എന്ന് പറഞ്ഞാൽ സോ ഗുഡ്. ഇറ്റ് വർക്ക്സ് വെൽ ഫോർ മീ. എനിക്കത് ഭയങ്കര അടിപൊളിയായിട്ട് വർക്ക് ചെയ്തു. ആൻഡ് ബെയർ അനാറ്റമിയുടെ കേസ് വരികയാണെങ്കിൽ, ബെയർ അനാറ്റമിയുടെ ഹെയർ മാസ്ക് സോ ഗുഡ്. ഷാംപൂ എനിക്ക് കളർ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ അത്രക്ക് നല്ലതായിട്ട് തോന്നിയില്ല. പക്ഷേ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. സെയിം ടൈം നമുക്ക് പാരബൻ ഫ്രീ ആൻഡ് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ഷാംപൂ വേണം, ആൻഡ് ഓൾസോ കളർ പ്രൊട്ടക്ഷനും വേണം. അപ്പോൾ അതിന്ന് ചൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ, പിന്നെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷാംപൂ ഉണ്ട്, ലൈക്ക് ഒരു 3000-4000 റേഞ്ചിൽ വരുന്ന ഷാംപൂ ഒക്കെ ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്യാം. ഞാനത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. സോറി, ഞാൻ അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. കുറേ കാലം ഇങ്ങനെ നോക്കി ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ ബെയർ അനാറ്റമി ചൂസ് ചെയ്തത്. അപ്പോൾ ബെയർ അനാറ്റമിയുടെ ബെയർ അനാറ്റമിയുടെ ഹെയർ മാസ്ക് നല്ല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഭയങ്കര സോഫ്റ്റ് ആവും. കളർ പ്രൊട്ടക്ഷൻ ഷാംപൂ എനിക്ക് അത്രക്ക് അങ്ങോട്ട്, ബിക്കോസ് ഇപ്പോഴും എൻ്റെ കളർ പൊയ്ക്കൊണ്ടിരിക്കുക.
അപ്പോൾ അതെനിക്ക് അത്ര വർക്കിംഗ് ആയിട്ട് തോന്നിയില്ല. ബട്ട് ഇറ്റ്സ് ഗുഡ്. അതാണ് ഈ 3 ഷാംപൂ ആൻഡ് കണ്ടീഷണറാണ് ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് ട്രൈ ചെയ്തിട്ടുള്ളത്. സോ യു ക്യാൻ ഓൾവേസ് ഗോ ഫോർ ഡി ഫാബുലസ്. അത് ഞാൻ നിങ്ങൾ എന്ത് ഇപ്പോൾ ബോട്ടോക്സ് അല്ലെങ്കിൽ എന്താ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഷാംപൂ ആൻഡ് കണ്ടീഷണർ സോ ഗുഡ്. ഇനി ചിലപ്പോൾ ഇത് വർക്ക് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും, ഐ ഡോണ്ട് നോ, ബട്ട് എൻ്റെ ഹെയറിന് ഇത് നന്നായിട്ട് വർക്ക് ചെയ്തു. സോ അത്രയൊക്കെ ഉള്ളൂ. സോ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ലെറ്റ് യു ഗൈസ് നോ ഏത് കളറാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഓരോ കളേഴ്സ് നമ്മുടെ ഹെയറിൽ എന്തൊക്കെ രീതിയിലാണ് എഫക്റ്റ് ചെയ്യാന്നുള്ളത്. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് റെഡ് കളർ ചെയ്തപ്പോൾ കുറേ പേര് ചോദിച്ചു ഇത് എവിടെ നിന്നാണ് ചെയ്തത്. കുറേ പേർക്ക് അതിൻ്റെ ഒരു ബിക്കോസ് ഇത് മേർജ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഐ മീൻ ഇതിപ്പോൾ ഫുൾ എൻ്റെ എല്ലാ ഹെയറും റെഡ് ആയിട്ടുണ്ട്, ഒന്നും ലീവ് ചെയ്തിട്ടില്ല, കംപ്ലീറ്റ്ലി റെഡാണ്. ഇവിടെ മേളിൽ കുറച്ച് സ്പേസ് വിട്ടിട്ടാണ് ചെയ്തത്. അപ്പം അതിൻ്റെ മേർജിങ് നല്ല പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ പേരുടെ അടുത്ത് ചോദിച്ചു. തൃശ്ശൂരിലെ ഇവോൾവ് സ്റ്റുഡിയോ പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമും ഇപ്പം ലാസ്റ്റ് ടൈമും ചെയ്തത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ടൈം ഞാൻ വേറെ ചെയ്തതായിരുന്നു. സോ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര്, അത് അവർക്ക് വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഐ വിൽ റിപ്ലൈ ടു യുവർ കമൻറ്റ്സ്. സോ ദാറ്റ് വാസ് മൈ റിവ്യൂ ഓൺ ഹെയർ കളറിങ്. ഇനി അടുത്ത വട്ടം ഹെയർ കളർ ചെയ്യുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സോ അതുവരെ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.